നിയമാവർത്തന പുസ്തകം അധ്യായം 28 വാക്യങ്ങൾ 1 മുതൽ. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയുംകാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. അനുസരണക്കേടിന് ശിക്ഷയും അതേ കർത്താവ് തന്നെ പറയുകയാണ് 47 മുതലുള്ള വാക്യങ്ങളിൽ. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വെക്കും. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നാൽ അനുസരണക്കേടിന് തക്ക ശിക്ഷയും നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം ഈ വായിച്ചു കേട്ട വേദഭാഗത്ത് ഇത് വളരെ വ്യക്തമാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കൾ നിമിത്തമാണ്. നമ്മുടെ മാതാപിതാക്കള് തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായിരുന്നു. അവർ നിത്യേന ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കുകയും എല്ലാ ദിവസവും കുടുംബത്തില് മുട്ടുമേൽ നിന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലി കൊന്ത ചൊല്ലി വിശുദ്ധ ജീവിതം ജീവിച്ച മാതാപിതാക്കന്മാരായിരുന്നു നമ്മുടെ. ദൈവം അവരെ അനുഗ്രഹിച്ചതുകൊണ്ട് അവർക്ക് നൽകിയ സമ്മാനമാണ് അവരുടെ മക്കള് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയത്. നാം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് നമുക്ക് സംഭവിക്കുവാൻ പോകുന്ന സാധ്യതയുള്ള ഒരു കാര്യം, നാം അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. ഈ ഒരു കുറ്റം നമ്മുടെ മേൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നാം നമ്മുടെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തില് നാം അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? തികഞ്ഞ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലില്ലേ? ചിന്തിച്ചു നോക്കുക. ഈ ഓസ്ട്രേലിയയിലെ ടോപ്പ് സാലറി വാങ്ങിക്കുന്ന 1% ആളുകള് അവരുടെ സാലറി ഏതാണ്ട് 115,000 ആണ്. ഓസ്ട്രേലിയയിലെ ടോപ്പ് സാലറി മേടിക്കുന്ന 1% ആളുകള് അവരുടെ സാലറി എന്ന് പറയുന്നത് 115,000 ആണ്. ഇന്ന് ഏത് മലയാളി കുടുംബം എടുത്താലും ഏതൊരു മലയാളി കുടുംബത്തിന്റെയും ശരാശരി ശമ്പളം എന്ന് പറയുന്നത് it is more than 115,000 എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ടോപ്പ് സാലറി മേടിക്കുന്ന 1% പെട്ടവരാണ് മലയാളികളായ നാം എല്ലാവരും. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായ നാം തികഞ്ഞ ആഹ്ലാദത്തോടെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വരുന്ന ആളുകളില് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വേദപുസ്തകം മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തികഞ്ഞ ആഹ്ലാദത്തോടെ നമുക്ക് എങ്ങനെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും? ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്റെ ചെറുപ്പത്തിലല്ല എന്റെ നാട്ടിലെ എടത്തുവ പള്ളി 200 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു പള്ളിയാണ്. അതൊരു വലിയ പള്ളിയാണ്. എന്റെ വീടുമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ 100
1000 മടങ്ങ് വലിപ്പമുള്ളതാണ് എടത്വ പള്ളി. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ദേവാലയങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അന്ന് എന്റെ പൂർവികന്മാര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആ കാലഘട്ടത്തില് ഒരാവറേജ് വീടിന്റെ 100 1000 മടങ്ങ് വലിപ്പമുള്ള ഒരു ദേവാലയം അന്ന് പണിതു എങ്കില് അവരുടെ ദൈവവിശ്വാസവും അവരുടെ പാരമ്പര്യങ്ങളും നിലനിർത്തുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു എങ്കില് ഇന്ന് ഈ സമ്പന്നന്മാരായ ഓസ്ട്രേലിയയിൽ വസിക്കുന്ന സമ്പന്നന്മാരുടെ ഒന്നാമത്തെ 1% ഗ്രൂപ്പിൽ വരുന്നവരായ നാം ഒരു ദേവാലയം ദൈവത്തിന് വേണ്ടി പണിയുമ്പോൾ ഇന്ന് ഏറ്റവും മിനിമം ഒരു മലയാളിയുടെ വീടിന്റെ വില ഒരു 500,000 ഉണ്ടോ? അത് 600, 700, 800, 1 million വരെയുള്ള വീടുകളുണ്ട്. ആവറേജ് ഒരു 500,000 വീട് ഒരു മലയാളിക്കുണ്ടെങ്കിൽ അതിന്റെ 100 മടങ്ങ് എന്ന് പറഞ്ഞാല് 500,000 100 മടങ്ങ് വലിപ്പമുള്ള പള്ളി എന്ന് പറഞ്ഞാല് 50 million. 1000 മടങ്ങാണെങ്കിൽ 500 million. അതാണ് നമ്മുടെ പൂർവികര് നമുക്ക് പറഞ്ഞു തന്ന മാതൃക. ഇതേ പ്രകാരത്തിൽ 500 million ഒരു വീട് അല്ല ദേവാലയം അല്ല നാം ഇവിടെ പണിയുവാൻ ആഗ്രഹിക്കുന്നത്, വെറും 4 million. ഒരു 4 million ദേവാലയം പണിയുവാനായിട്ട് 400 കുടുംബങ്ങൾ സഹകരിച്ചാല് അത് ഒരു ഭാരമാണോ? അത് ഒരു ബാധ്യതയാണോ? 400 മലയാളി കുടുംബങ്ങള് $10 വെച്ച് കൊടുത്താല് $40,000. 400 കുടുംബങ്ങള് $100 വെച്ച് കൊടുത്താല് അത് $40,000. 400 കുടുംബങ്ങള് $1,000 കൊടുത്താല് $4 ലക്ഷം. 400 കുടുംബങ്ങള് ഒരു $10,000 കൊടുത്താല് $4 million ആയി. ഒരു $10,000 ഒരു കുടുംബത്തിന് കൊടുക്കുവാനായിട്ട് അതൊരു ഭാരമാണോ? അതൊരു ബാധ്യതയാണോ? എല്ലാറ്റിലും നിനക്ക് സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല എങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകള് ഒരിക്കൽ കൂടെ നീ മനസ്സിലാക്കുക. അതുകൊണ്ട് തികഞ്ഞ ആഹ്ലാദത്തോടെ ദൈവമായ കർത്താവിന് നമുക്ക് ശുശ്രൂഷ ചെയ്യാം. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പരസ്യ വിചാരണ നടക്കുന്ന സമയത്ത് ഹെറോദോസ് യേശുവിനെ പീലാത്തോസിന്റെ അരമനയിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതിന് വേണ്ടി വിടുകയാണ്. അങ്ങനെ ഹെറോദോസിന്റെ അരമനയിൽ നിന്ന് പീലാത്തോസിന്റെ അരമനയിലും പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഹെറോദോസിന്റെ അരമനയിലേക്കും യേശു ഒരു രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടപ്പെടുകയാണ്. അവരതിനു മുമ്പ് പിണക്കമുള്ളവരായിരുന്നു, ശത്രുതയിലായിരുന്നു. എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ശത്രുതയിലായിരുന്ന പീലാത്തോസും ഹെറോദോസും അവർ സുഹൃത്തുക്കളായി മാറിയെങ്കില് കർത്താവായ യേശു നമുക്ക് വേണ്ടി രക്തം വില കൊടുത്ത് നമ്മെ വാങ്ങി നമ്മുടെ യേശുവിന്റെ സ്വന്തമാക്കി മാറ്റിയ നമ്മള് ഒരു ദേവാലയം വേണോ വേണ്ടായോ എന്ന് പറഞ്ഞ് തർക്കിച്ച് വഴക്കുണ്ടാക്കുവാനായിട്ടല്ല യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്. മറിച്ച് നാം ഐക്യത്തോടെ വന്ന് ദൈവമായ കർത്താവിന് തികഞ്ഞ ആഹ്ലാദത്തോടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ അവസരമാണിത്. അത് നമുക്ക് തക്കത്തിൽ വിനിയോഗിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹത്തിന് നമുക്ക് പാത്രീഭൂതരായി തീരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.